പൗർണമി ഇത് തന്നെയാ. അതെ അതെ, സീരിയലായിട്ടൊക്കെ ഇട്ട് വെച്ചാൽ കണ്ടില്ലേ? ആ അത് തന്നെ. കൊള്ളാല്ലേ? അമ്മ ഇത് ഓക്കെ അല്ലേ? സൂര്യ, നീ ഇഞ്ച് ചെയ്തില്ലേ? അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടില്ലായിരുന്നോ? ഓക്കെ പെണ്ണ് കാണാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് ഇഞ്ച് ചെയ്യടാ. ഞാനാ പറയണേ, നീ ഒന്ന് ഇഞ്ച് ചെയ്യേ. തർക്കിച്ച് നേരം കളയണ്ട, നീ ചെയ്തോ. ഇത് ഒറ്റ ബുദ്ധിയാ, മനുഷ്യ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. വല്ലാത്തൊരു കഷ്ടോട്ടോ ഇത്. ഇഞ്ച് ചെയ്യടാ. ഒന്ന് വേഗം ആവട്ടെടാ, നമ്മൾ അല്ലെങ്കിലേ ലേറ്റാ. എന്തിനാണ് ആയിക്കോട്ടെ. നിങ്ങള് ഞങ്ങള് പെണ്ണ് കാണാൻ. SBT-ലെ രഘു പറഞ്ഞ. അതെ അതെ, അത് തന്നെ. നിങ്ങൾ കുറച്ച് ലേറ്റ് ആയി അല്ലേ? സ്റ്റേഡിയം ക്രോസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഇന്ന് കളിയുണ്ടല്ലോ, ക്രിക്കറ്റേ. അതെ അതെ, കളി നമ്മൾ ആരുമായിട്ടാ? അമേരിക്ക. അമേരിക്കയായിട്ട് ക്രിക്കറ്റ്. ശ്രീലങ്ക. അതെ ശ്രീലങ്ക. സോറി. വരൂ വരൂ. ആയിക്കോട്ടെ. അമ്മ ഒന്ന് പുറത്തിറങ്ങുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? വരൂ പ്ലീസ് കം. ലേറ്റ് ആയപ്പോൾ മനസ്സിലായി എന്തെങ്കിലും ബ്ലോക്കിലോ മറ്റോ പെട്ട് കാണും. എനിക്കങ്ങനെ ആരും ഫോളോ അപ്പ് ചെയ്ത് ശീലമില്ല. പിന്നെ ഇയാൾ പറഞ്ഞ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. നമസ്കാരം. അതുകൊണ്ടാണ് വിളിച്ചത്. അത് നന്നായി. വരൂ. നീ എന്തുവായി ആലോചിച്ചു കൂട്ടുന്നേ? മാറിങ്ങോട്ട്. സുധേ, ചായ എടുക്കാൻ പറഞ്ഞോളൂ. ചേച്ചി എടുത്തോ. ഇതാ വരുന്നു. സോ വിജയ്, എൻജിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. സോ ടെൽ മീ വിജയ്, വാട്ട്സ് യുവർ ഗോൾ? വാട്ട്സ് യുവർ എയിം? സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്. ഗുഡ്. കാലിബർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്തിയില്ല. ദിസ് ഇസ് മൈ കസിൻ and his wife. We are basically from Adur. അപ്പോ വൈഫ്? We are separated. എനിക്കൊന്നും ഹൈഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഐ ബീൻ ഫ്രാങ്ക് അബൌട്ട് എവറിത്തിങ്. കഴിക്കൂ. ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അയ്യോ, അത് വേണോ? അത് വേണോന്നോ? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പോയി പരിചയപ്പെടൂ. ചെല്ലു സോനം. റൂമിലൊന്നും കയറണ്ട, ബാൽക്കണിയിലൊന്നും സംസാരിച്ചാൽ മതി. അതെ. എന്താ ഒരു കൺഫ്യൂഷൻ? ഗോ അഹെഡ്. Your fly is under. സോറി. Sit. സോറി. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ സോറി പറഞ്ഞേ? എന്താ സൂര്യ, ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയിരിക്കണേ? മുതിർന്നവരോട് സോറി പറയുമ്പോ കാല് തൊട്ട് വന്ദിക്കണ്ടേ? ചെല്ല്, അങ്കിളുടെ കാല് തൊട്ട് വന്ദിക്ക്. അമ്മേ പ്ലീസ്. അതിന്റെയൊക്കെ ആവശ്യം എന്താ? അതെ. ഞങ്ങൾ അവനെ വളരെ കുലീനമായിട്ടാ വളർത്തിയിരിക്കണേ. എന്തോ തെറ്റ് ചെയ്തോണ്ട് അവൻ സോറി പറഞ്ഞേ. നേരം കളയല്ലേ. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്. എന്തിനാ എന്റെ കാല് പിടിക്കുന്നത്? ഞങ്ങൾ കണ്ടില്ലെങ്കിലും അവൻ എന്തോ തെറ്റ് ചെയ്തു എനിക്ക് മനസ്സിലായി. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. ഞാൻ പഠിപ്പിച്ചതൊക്കെ നീ മറന്നോ? സോറി. ഒന്ന് പറയൂന്ന്. നിന്റെ അമ്മയ്ക്ക് പ്രാന്താടാ. ചെല്ലുമോനെ. ആ ഇപ്പൊ ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ അല്ലാണ്ട്. സോറി അങ്കിൾ. എന്റെ ട്രിപ്പ് ഇങ്ങോട്ടപ്പാ. It's all right. Sorry. I can manage. All is well. Yes. What are you thinking? ഒരു സിഗരറ്റ് വലിക്കാൻ. ഒരു സിഗരറ്റ് വലിക്കാൻ ടെൻഷൻ ആവുമ്പോ. Okay, 1 second. അല്ല, അത് that's okay. No, that's fine. ഐ ബിലീവ് ഇൻ ആസ്ട്രോളജി. ഐ തിങ്ക് ഇറ്റ്സ് എ സയൻസ്. അതിനാ ഞാൻ ആദ്യം ജാതകം ഫോട്ടോ ഒക്കെ ചോദിച്ചത്. 10ൽ 8 പൊരുത്തം. ഇറ്റ്സ് റിയലി ഗുഡ്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക്, എഡ്യൂക്കേറ്റഡ് ആൻഡ് നല്ല തറവാടിത്തൊക്കെ ഉള്ളൊരു പയ്യൻ. അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ നല്ലൊരു ഓപ്ഷൻ അങ്ങളെ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പറയല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ പറയുന്നത് ഇവനെക്കാട്ട് പഠിക്കണം എപ്പോഴും. അയ്യോ, അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാ. അവൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് ആൻ ആവറേജ്. ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ്. താങ്ക് യു. എൻ്റെ മോള് കുറച്ച് വീക്കാണ് സ്റ്റഡീസിലൊക്കെ.
പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഷീസ് കണ്ടിന്യൂയിങ് ഹെർ സ്റ്റഡീസ്. അതൊരു 4 months കഴിയും. അത് കഴിഞ്ഞിട്ട് മാരേജിന്റെ കാര്യം വി കൻ തിങ്ക് അബൌട്ട് ഇറ്റ്, അല്ല? ബട്ട് ഇഫ് ദേ ലൈക്ക് ഈച്ച് അതർ. Hey. അങ്കിള് പൊളിയാണല്ലോ. ഡാഡി വലിക്കാറില്ല. പിന്നെ ഇനിയൊരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചില്ല, അത് നിങ്ങളുടെ മാന്യത. എൻ്റേതെല്ലാം എൻ്റെ മോൾക്കാണ്. എൻ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഓ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. പിന്നെ ഈ വീടിരിക്കുന്ന സ്ഥലം എത്ര സെന്റ് വരും? അതൊരു 50 സെന്റ് വരും. അതിലേക്ക് എന്തിരിക്കുന്നല്ലേ? അവര് വന്നല്ലോ. ഭാഗ്യം. യെസ്, കം ഇരിക്കൂ. 5 minutes കൊണ്ട് പരസ്പരം എന്തറിയാനല്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്ന സമയമല്ലേ ഉള്ളൂ. സോ ഞാനൊരു പ്ലാൻ പറയാം. വിജയും സോനവും കൂടെ ഒരു ലഞ്ചിന് പോട്ടെ. ഒരു 3-4 days കഴിഞ്ഞ് മതി. അപ്പോൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയാനൊക്കെ കഴിയുമല്ലോ. വാട്ട് യു സേ? അത് നല്ല കാര്യമാണ്, കൊള്ളാം. എന്നാ പിന്നെ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓ, അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. സെയിം ഹിയർ. വീണ്ടും ഉടനെ കാണാം. സീ യു യങ് മാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി വി ആർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ഇന്ത്യ, കൊച്ചി, പള്ളൂർ, തിരുപ്പതി. ഇൻട്രസ്റ്റിംഗ്. സോ ആഡ് ഫിലിം ജിംഗിൾസ് ഒക്കെ ചെയ്യാറുണ്ടോ? പിന്നെ പോപ്പി കൂടെ, ജോൺസ് കൂടെ, സ്കൂബിയുടെ ഇതെല്ലാം നമ്മൾ ചെയ്തത്. അത് കൊള്ളാലോ. ഒരു മിനിറ്റ്. ഇത് ഈ കാലിലെ വളങ്കടി മാറ്റുന്നതിനുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതാണ്, ഷൈലാക്ക്. ഇതിനു വേണ്ടി ഒരു ട്യൂൺ ഉണ്ടാക്കാവോ? സിമ്പിൾ. Fine. ഷൈലാക്ക്, നല്ല പേര്. അല്ല, നിങ്ങൾ വരുന്നില്ലേ? We are just making the time little more productive. 3172. हाँ, 3 डजन आज ही भेज दो. हाँ. അച്ഛാ, അന്ന് അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? സതീഷ്, ഒരു മിനിറ്റ്. അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? അവർ അഡ്രസ്സ് തെറ്റി വന്നല്ലേ, പിന്നെ അവരുടെ അഡ്രസ്സ് എവിടുന്ന? ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യം വല്ലതും ആണോ? തപ്പിയെടുക്കാം. കിട്ടിയാ കൊള്ളായിരുന്നു. എന്താടി കാര്യം? അതൊക്കെ ഉണ്ട്. നിനക്ക് വല്ല ഓട്ടോയിലും പോയാ അയ്യോ, അതൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഹെൽമെറ്റ്. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. വെരി ഫണി. യാ, കറക്റ്റ്. വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു. വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു. കടിപ്പാടെ മാറ്റാനായി ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്നും കൂടെയുണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് മറ്റേ മൗഗളിയുടെ പടലട. ഒന്ന് പോടാ, എന്റെ പഞ്ചമം പേരാണ്. പനി 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 കൊല. അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. മകളെ കെട്ടാൻ പോകുന്നത് കൊള്ളാവുന്ന ഒരുത്തനാവണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ. മഹാഭാരത യുദ്ധത്തില് എതിർവശത്ത് സ്വന്തം അമ്മാവനായ ഭീഷ്മരെ കണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അർജുനന്റെ അടുക്കലേ കൃഷ്ണൻ പറഞ്ഞത് എന്തുവാ? യുദ്ധത്തില് ശങ്കിച്ചു നിന്നുകൂടാ, അമ്പെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം എതിരിക്കണമെന്ന. അതിന്റെ അർത്ഥം എന്തുവാ? സ്വന്തം അമ്മാവന്റെ തലവെട്ടി അങ്ങോട്ട് മാറ്റണമെന്നൊന്നുമല്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ 1 സെക്കൻഡ് പോലും വൈകരുതെന്ന. എടാ, നീ ഇപ്പൊ ഏതായാലും ആ പൗർണമി ഒന്ന് പോയി കാണാം. എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ സമ്മതമാണെന്ന് അങ്ങ് പറ. नहीं भैया, आप लोग जितना तंगवा बोल रहे हैं वो बहुत ज्यादा है. नहीं मैडम, हमने वैसे बहुत ही कम ही बोला है. आप तो कुछ करो ना आपकी तरफ से, प्लीज मैडम. मैं आपको 2 दिन में बता देंगे. अच्छा ठीक है मैडम. क्या भाईजान, तुम तो 1000 रुपए तो कम कर सकते थे. वो बुलाएगा यार. നല്ല ഐശ്വര്യമാണല്ലോ. ദാ ഇപ്പൊ ഒരു ഷെഫിനെ അപ്പോയിന്റ് ചെയ്തേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തു? പിന്നെ ഞാൻ വിളിച്ചപ്പോ വരാൻ പറഞ്ഞതിന് ചുമ്മാ. ഇയാൾക്കൊന്നും ഓക്കെ അല്ല, ചുറ്റുമുള്ള ഒന്നിനോടും താല്പര്യമില്ല. ഫാദറിനോട് ബിസിനസ് എന്തോ ഏറ്റെടുത്ത് നടത്താൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് ചോദിക്കാൻ വിളിച്ചേ. ഓ, വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്. हेलो,
ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമേ ക്ഷമയാണ്. അതറിയാവോ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഫുഡ് ട്രക്കിന്റെ മെയിൻ്റനൻസ്, പർച്ചേസ്, കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നാളെ മോർണിംഗ് ഷാർപ്പ് 9 AM ജോലികൾ തുടങ്ങണം. മറ്റേ ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടി വിളിച്ചോളൂ. വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഓൾറെഡി ഒരു കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചതാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വർക്ക് നമ്മൾ തന്നെ കൊടുക്കണം എന്ന് ഇവളൊരേ നിർബന്ധം. അതുകൊണ്ടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കേറ്ററിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ആദ്യത്തെ ബിസിനസിന്റെ കൂടെ ഞങ്ങൾ പുതിയ പ്ലാനും കൂടെ തന്നില്ലേ? സോ ദാറ്റ്സ് ഓൾ. ഐ ട്രസ്റ്റ് യു. താങ്ക്സ്. ഇംപ്രസ് എവരിവൺ വിത്ത് ഡെലീഷ്യസ് ഫുഡ്. ഷുവർ അങ്കിൾ. വി വിൽ. ഓക്കേ. അങ്കിൾ എന്നെ ഒന്ന് ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്യണം. പിന്നെന്താടാ? അങ്കിൾ ഇത് വിജയ്, പിങ്കിയുടെ പാർട്ട്ണറാ. ഇതെന്റെ അങ്കിൾ. ഹായ് ജെന്റിൽമാൻ. Hello, sir. See you tomorrow. Tomorrow? ഓക്കേ. നാളെ കാണാം. നാളെ? ഹേ, അതെന്താ ജെന്റിൽമാൻ? നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ഓർഡർ കിട്ടി. കേറ്ററിംഗ് ആണ്, ട്രയലായിട്ട് കൂട്ടിയാൽ മതി. എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കേറ്ററിംഗ് നമ്മുടെ പ്ലാനിലില്ലല്ലോ. ഏതാ ക്ലച്ച് പിടിക്കുന്നതെന്ന് ആർക്കറിയാം? ഇങ്ങോട്ട് വന്നേല്ലേ, ബിഗ് ഇവന്റ് മാനേജറാണ്. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് ഫുഡ് അവിടെ എത്തണം. ബട്ട് നാളെ എന്ന് പറയുമ്പോൾ മെനു ഒക്കെ മെനു ഒന്നുമില്ല. അതിനൊക്കെ മെയിൻ കേറ്ററിംഗ് കമ്പനി വേറെയുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിൻ്റെ ഓർഡർ മാത്രമേ ഉള്ളൂ. സോ റിസ്ക് എടുക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഞാനവിടെ ഉണ്ടാവും. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ മറക്കരുത്. എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. എന്നാലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്താൽ പോരെ? ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് അല്ലേ? വിജയ്, 24 hours പോലും ഇല്ല ഇവന്റിന്. വെറുതെ എന്തിനാ ടെൻഷൻ? എങ്ങനെ എലിഗൻ്റ് ആയിട്ട് സെർവ് ചെയ്യാമെന്ന് ആദ്യം പഠിക്കാം. ഓക്കെ. എണീറ്റ് എനിക്ക് 75,000. മാർജിൻ ഉണ്ടോ? ഒരു 20,000. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടേഴ്സ്. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പോൾ ഞാൻ പോയി പ്ലാനിങ് തുടങ്ങട്ടെ. See you. This is the first ball opening. That is എന്നത് ഇന്ത്യയുടെ സ്വന്തം റോഷൻ. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ this man is called genius of cricket. ട്രൈൽ ബോൾ ആണെങ്കിൽ ചേട്ടൻ അതിനകത്ത് എത്ര വീശടിച്ചേ? ചേട്ടൻ ധോണി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? കോഹ്ലി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കോളിനും ധോണിനെ പോലെ ഡെയിലി കളിച്ചിറക്കണമാരല്ല. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. വി ആർ മ്യൂസിക് ഡയറക്ടർ. വി മേക്ക് മ്യൂസിക്. പോയി ഓളിടാ. ചലെ പോയി. എറിയടാ 3 സ്റ്റമ്പും തെറിപ്പിക്കാം. വീണ്ടും ഫസ്റ്റ് ബോൾ. നോക്കേ, ആദ്യത്തെ അഡ്വാൻസ്. ഒരു ഹെൽപ്പ് വേണം. വാ. ഹെൽപ്പ് ഒന്നുമില്ല. കളിയുണ്ട്. ഓ, അപ്പോ എന്റെ ചെലവില് നീ ഒന്നും ബിയർ അടിക്കുന്നില്ല? ഓഹോ, പ്രലോഭനം കി ബാരെ മേ. പിങ്കി, ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വേഗം വാ. എന്താ? ചേച്ചിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്തായി ചെയ്യുന്നേ? പൊടി അമ്മ എണീക്കും. ചേച്ചി ഇതൊന്നും ശരിയല്ല. എനിക്കേ ഇതുകൊണ്ട് 2 മാസത്തെ EMI അടയ്ക്കാം. ചേച്ചി പ്രായമായ അമ്മയാണ്. അതെ, അത് തന്നെ. പ്രായമായ അമ്മയ്ക്ക് എന്തിനാ സ്വർണം? പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടടി. ചേച്ചി പ്ലീസ് അത് കൊണ്ടുപോകരുത്. ഇവിടുത്തെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ചേച്ചി വിടരുത്. മരിക്കാൻ കിടക്കുന്ന ആൾക്കല്ലേ മാലേ മാളി. നാളെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയി കഴിയുന്ന നേരത്ത് എല്ലാവരും പിങ്കിയെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് പറയും, പിങ്കി ദ സ്റ്റാർട്ടേഴ്സ് വർ സോ അമേസിംഗ്, സോ എക്സ്ട്രാ ഓർഡിനറി. അപ്പൊ നീ പറയും ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് പറ്റിയതല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ് അല്ലേ? അപ്പൊ അവള് പറയും, ഓ മൈ ഗോഡ് വിജയ്, യു ആർ സോ സ്വീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻ അമേസിംഗ് ഷെഫ്. കറക്റ്റ്. ദേ
ഞാനിത് ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കഴിയണവരെ ഉറങ്ങണമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയും. അത് പറയില്ല. കമോൺ പിടി. വേണ്ട അടിക്കേ എനിക്കുണ്ട്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ താൽക്കാലികമായിട്ട് കള്ളുകൂടി നിർത്തി. എന്താടാ എടാ വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ കുറച്ച് സീരിയസ് ആയില്ലെങ്കിലേ ചിലപ്പോ നൈസായിട്ട് പണി പാടും. പിങ്കി അത് ഞാനേ നാളത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടി. എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. പിന്നെ ഏത് ഹോട്ടലിൽ ഓർഡർ കൊടുത്തേക്കുന്നേ? ഹോട്ടൽ കാസിലോ. അയ്യോ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? എന്നാ ഓക്കെ ശരി. അപ്പൊ എന്നാ നാളെ കാണാം. നേരത്തെ ഉറങ്ങിക്കോ. പിന്നെ രാവിലെ വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേ. ആദ്യത്തെയാണ്. ഓക്കെ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എൻ്റെ തിരുവാർമല കൃഷ്ണ. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു. നോട്ട് റീച്ചബിൾ എന്നൊക്കെയാ പറയുന്നേ. നോട്ട് റീച്ചബിൾ? ആ അതെ. എണീറ്റപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഇറ്റ്സ് ഓക്കെ. എല്ലാം റെഡിയല്ലേ? എവിടെ എത്തി? ഞാൻ പുറപ്പെട്ടു. പുറപ്പെടുന്നു. പുറപ്പെട്ടില്ലേ ഇതുവരെ? ഇനി 1 മണിക്കൂറില്ലേ? പെട്ടെന്ന് എത്തും. നോക്കൂ നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടേഴ്സ് ആണ് സെർവ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റില്ല. എനിക്കറിയാം. സാറേ അതൊരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതാ സാറേ. അത്യാവശ്യമായിട്ടൊന്ന് ആശുപത്രിയിൽ എത്തിക്കാം. ഇത് മിണ്ടുന്നില്ല. ഒന്ന് വേഗം. എന്ത് പരിപാടിയാണ് ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം നടത്തുന്നത്? ഒരു 5 മിനിറ്റിലെല്ലാം എന്താ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം? ഹോസ്പിറ്റൽ ഉണ്ടോന്ന് അറിയോ? ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ. കുറച്ച് നേരമായി 5 മിനിറ്റ്സ്. ഇപ്പൊ എത്തും, ഇപ്പൊ എത്തിക്കാണും, ഇപ്പൊ എത്തിക്കഴിഞ്ഞു. ഇനി അതൊക്കെ തന്നെ പറയാറില്ലേ? ഇല്ല ഇല്ല ഈ ഏരിയ ഇവിടെ അടുത്തെത്തി. എനിക്കിത് വേണം. ഐ ഡിസേർവ് ഇറ്റ്. ഐ നെവർ ടച്ച് യു. ചേട്ടൊന്ന് വേഗം വിടുവോ? വേഗം ആവട്ടെ. ഞാൻ ഇറങ്ങണ്ടല്ലോ. വേണം വേണം. ഞങ്ങളുടെ ക്യാഷ് ഒന്നുമില്ല. ഇറങ്ങും. വേഗം ഉണ്ടോ? ക്യാഷ് ഹലോ. ഹലോ മാഡം. മാഡം മൊബൈൽ ഇവിടെ എനിക്ക് താഴെ കിടന്ന് കിട്ടിയതാണേ. സാറാ കൊച്ചിനും പൊക്കിണ്ടോ ഇപ്പൊ താഴെ വീണതാണ് സാറേ. ഈ ഫോണേ ആരോ വിളിക്കുന്നുണ്ട്. വണ്ടി എടുത്ത പറ്റി. ഒരു മിനിറ്റിനകം താൻ ഇങ്ങോട്ടേക്ക് എത്തില്ല. ഇവന്റെ കയ്യിന്ന് പോകും. ഒന്നും പറയണ്ട പ്ലീസ് പിങ്കി. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. ഞാൻ എന്തിനാ താൻ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആവുന്നേ? എക്സ്ക്യൂസ് മീ. ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. പൊക്കോളൂ. അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. Uncle, I beg of you. I don't want to put you in a problem. നാണാവുന്നിട്ട് എനിക്ക്. ഐ തോട്ട് യു ഹാവ് സം ഇന്റഗ്രിറ്റി. ഇനി ഇവിടെ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാനേജ് തുറന്നു. ഇനിയിപ്പോൾ ഇതെൻ്റെ ഈഗോയാണ്. യു ക്യാൻ ഗോ. പരിചയമുള്ള ഒരാൾക്കും ബിസിനസ് കൊടുക്കരുത്. ബുൾഷിറ്റ്. I'm sorry. 5 minutes ഞാൻ എല്ലാം റെഡിയാക്കാം. വണ്ടി എടുക്ക. എന്താ? ഒന്ന് വണ്ടി എടുക്കാവോ? എന്താ? ഇവിടുന്ന് പോവാം. വണ്ടി എടുക്ക്. അപ്പൊ ഇറക്കണ്ടേ? വേണ്ട.
അതെന്താ 5 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം. പ്ലീസ് വണ്ടി എടുക്ക്. പ്ലീസ്. ഇത് ഞാൻ Why are you irritating me? എല്ലാം സ്പോയിൽ ചെയ്തിട്ട്. പറയുന്ന കള്ളാണെന്ന് കേൾക്കുന്ന ആളെ വിചാരിച്ച പിന്നെ എത്ര വലിയ സത്യമാണെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്ക് എന്റെ ഭാഗത്താ. മിസ്റ്റേക്ക് തന്റെ ഭാഗത്ത് തന്നെയാണ്. അതല്ലാന്ന് ആരും പറയുന്നില്ല ഇവിടെ. എന്താ ഡീസൽ അടിച്ചിട്ടില്ല അല്ലേ? So you decided to spoil everything. തുടങ്ങിയ 2 ബിസിനസ്സും ഫെയിൽ ആയിട്ട് മൂന്നാമതൊരെണ്ണത്തിന് ഇറങ്ങി തിരിച്ചതേ കുറെ പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാ. തോറ്റു മുമ്പ് പേടിച്ച് മാറിയിരിക്കാനുള്ളതല്ല ലൈഫെന്ന് കാണിച്ചു കൊടുക്കാനാ. ഇനി ഇതിന്റെ അകത്തിരുന്നിട്ട് എന്തിനാ? വിജയ് സൂപ്പർ എത്ര ഒച്ചത്തെ വിളിച്ചു കുവയാലത്ത് ആ സൂപ്പർ ആവില്ല. സൂപ്പർ ആവണെങ്കിലേ ഉള്ളിലൊരു വലിയ ഡി വേണം, ഡിസിപ്ലിൻ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ സ്റ്റക്ക് ആയി പോയി. ഒരു ആക്സിഡന്റ് ഞാൻ ഇറങ്ങണമായിരുന്നു. അരമണിക്കൂർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത എന്തായിരുന്നു കുഴപ്പം? ഇപ്പൊ പറയുമായിരിക്കും ഹോട്ടലിൽ സ്റ്റാർട്ടേഴ്സ് റെഡി ആവാൻ ലേറ്റ് ആയിന്ന് അല്ലേ? ഓക്കെ, ആ ബില്ല് എവിടെ? എടോ, ഈ സാധനം വാങ്ങിച്ച ഹോട്ടലിലെ ബില്ല് എവിടെയെന്ന്? വണ്ടിയുള്ള സാധനം തിരിച്ചേൽപ്പിച്ച 25% കാശ് എനിക്ക് തിരിച്ചു കിട്ടും. അത് വെച്ച് ഇന്ന് തന്നെ അങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് സെറ്റിൽ ചെയ്യാം. ബില്ലിതാ. ബില്ല് എന്തിയേ? ഇതൊന്നും ഹോട്ടലിൽ നിന്നല്ല. പിന്നെ ഇത് മുഴുവൻ ഞാൻ ഇന്നലെ ഉറക്കൊളച്ചിരുന്നുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞാൽ താൻ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? അതല്ല പിങ്കി, കാശ് മിച്ചം വല്ലോണ്ട് ഡീസൽ അടിച്ച് വണ്ടി കൊണ്ടുവന്നിട്ടേക്ക്. ദാറ്റ്സ് ലാസ്റ്റ് ജോബ് ഫോർ യു. മക്കളെ ഫോണൊന്ന് ഇതാരൊക്കെ വന്നിരിക്കുന്ന നോക്കിയേ. എടോ ഗോവിന്ദ, ഇതെന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? ഇയാളുടെ ഒരു കസിന്റെ മകളുടെ എൻഗേജ്മെന്റ് ഇന്നലെ തൃപ്പൂണിത്തുറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നതാ. ഇരിക്കണോ? എടോ എന്റെ പേര് ഞാൻ വിശാല്. ഇയാളിപ്പോ ഡൽഹിയിൽ ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയിലാണ്. ഇപ്പോഴാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു സിമിലർ കമ്പനിന്ന് നല്ലൊരു ജോബ് ഓഫറും വന്നിട്ടുണ്ട്. നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം ഇവനെ പറഞ്ഞു വിടാനെന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് നിർബന്ധമുണ്ട്. അല്ല, ഇവിടുത്തെ ആളെവിടെ? പൗർണമി മോളിലുണ്ട്, ഇപ്പൊ വിളിക്കാം. മോളെ പിങ്കി. ആരാ? ഡാഡിയാ. ഹലോ. മോളെ എവിടെയാ? ഞാൻ മെസ്സേജ് ഇട്ടിരുന്നല്ലോ. ഞാൻ ശ്രേയയുടെ കൂടെ ഒന്ന് പാർലറിൽ വന്നതാ. ഓക്കെ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അയ്യോ, എന്ത് പറ്റി? കം സൂൺ. ഒരു ഹാഫ് ആൻ അവർ ഞാൻ എത്തി. ഓക്കെ. You leaving now? ഡാഡിക്ക് എന്തോ വയ്യാന്ന്. Okay. I'll text you. Bye. ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു. പ്ലീസ് ഇവിടെ ഒരു സീൻ അബദ്ധമായിട്ട് കൂട്ടിയാൽ മതി. അബദ്ധം? ഇതാണോ അബദ്ധം? അറിയുന്നകൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ശരി രാധേ. അടുത്ത ആഴ്ച ഒന്നുകൂടി വരാം കേട്ടോ. ശരി ശരി. എന്റെ അച്ഛമ്മയാ. വേണുഗോപാൽ. പിങ്കി ഇരിക്കട്ടോ മോളെ. ഇവന്റെ മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഞാനങ്ങനെ വീടുകളിലോ ചടങ്ങുകൾക്കോ ഒന്നും പോകാറില്ല. പിന്നെ ഇവൻ പ്രയാസപ്പെട്ടിരിക്കുന്ന കണ്ടപ്പം കൂടെ വരണമെന്നും പിന്നെ മോളെ ഒന്ന് കാണണമെന്നും ഒക്കെ തോന്നി. എടാ, അതങ്ങോട്ട് കൊടുത്തേ. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. പൈസ ഒറ്റയ്ക്ക് വിട്ടാലേ ആ കാശും താക്കോലും നിന്നിട്ട് ഒന്നും മിണ്ടാതെ ഇവനങ്ങ് പോകത്തേ ഉള്ളൂ.
അല്ലാതെ ആരോടും ഒന്നും പറഞ്ഞ് ജയിക്കാനുള്ള സാമർഥ്യമൊന്നും ഇവനില്ല. ഇപ്പൊ ഇവിടുന്ന് പോയത് ഒരു പെണ്ണുകാണൽ കൂട്ടരാണെന്ന് മനസ്സിലായി. ഇവൻ പറഞ്ഞു മോക്കിപ്പോ ഒരു കല്യാണം കഴിച്ചു പോകാനൊന്നും ഒരു താല്പര്യവും ഇല്ലെന്ന്. പറഞ്ഞറിഞ്ഞിടത്തോളം ഈ മോള് ഒരുപാട് എന്തൊക്കെയോ സ്വപ്നങ്ങളുള്ളവളാ. സമയമാവുമ്പോ അവള് പറഞ്ഞോളൂ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെ അറിവുള്ളവർക്കെങ്കിലും കഴിയണ്ടേ?